പാലക്കാട് ആലത്തൂർ പത്തനാപുരത്തെ നടപ്പാലം തകർന്നു വീണു. പത്തനാപുരത്തെ 1500 കുടുംബങ്ങൾക്ക് ഭാരതപ്പുഴ കടന്ന് ആലത്തൂരിലേക്ക് എത്താനുള്ള താൽക്കാലിക പാലമാണ് തകർന്നത്. വിവരങ്ങളുമായി സച്ചിൻ ചേരുകയാണ്. സച്ചിൻ, എപ്പോഴാണ് ഈ പാലം തകർന്നു വീണത്? നിലവിലെ സ്ഥിതി എന്താണ്? പൊതുവെ മഴ സാഹചര്യം എങ്ങനെയാണ് പാലക്കാട് ജില്ലയിൽ? നീലിമ 2 മാസം മുൻപാണ് പുതിയ പാലം നിർമ്മാണത്തിന്റെ ആവശ്യത്തിന് പൊളിച്ചത്. പുതിയ പാലം പണി പൂർത്തിയാകുന്നത് വരെ കാൽനട യാത്രക്കാർക്ക് വേണ്ടി നിർമ്മിച്ച താൽക്കാലിക നടപ്പാലമാണ് ഇന്ന് രാവിലെയോടുകൂടെ തകർന്നു വീണത്. അതായത് ഭാരതപ്പുഴയുടെ കൈവഴിയായ ഗായത്രി പുഴക്ക് കുറുകെയായിരുന്നു ഇത്തരത്തിലൊരു നടപ്പാലം സ്ഥാപിച്ചത്. ഇതാണ് ഇന്ന് രാവിലെ പെയ്ത കനത്ത മഴയിൽ ശക്തമായ ഒഴുക്കിനെ തുടർന്ന് പാലം തകർന്നു വീണത്. 1500ഓളം കുടുംബങ്ങളുടെ ആശ്രയമായിരുന്നു ഈ പാലം. ഈ പാലം തകർന്നതോടെ നിലവിൽ 10 കിലോമീറ്റർ ചുറ്റി വേണം ആലത്തൂർ ടൗണിലേക്ക് ഈ പത്തനാപുരം ഭാഗത്തുള്ള പ്രദേശവാസികൾക്ക് ആലത്തൂർ ടൗണിൽ എത്താൻ വേണ്ടി. വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് സമീപവാസികൾക്ക് പെടുന്നത് എന്ന ഒരു വിവരമാണ് നിലവിൽ അവിടെ നിന്ന് അറിയാൻ വേണ്ടി സാധിച്ചത്. കാരണം പാലം ഇന്നലെ മുതൽ അപകടാവസ്ഥയിലായപ്പോൾ തന്നെ അധികാരികളെ വിവരം അറിയിച്ചിരുന്നു. എന്നാൽ അതിന്റെ ബലപ്പെടുത്താൻ വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്തില്ല എന്ന ഒരു ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. നീലിമ. ശരി, സച്ചിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.